പത്തരമാറ്റിൽ ഉടൻ വരുവാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. വളഞ്ഞ വഴിയിൽ കൂടി അനന്തപുരിയിൽ ആധിപത്യം സ്ഥാപിക്കുവാൻ വന്നു കയറിയ അന്തസ്സില്ലാത്തവരാണ് നയനയും നവ്യയും എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുകയും ഞാൻ നേരായ വഴിയിൽ കൂടി തന്നെയാണ് ഇവിടേക്ക് വന്നു കയറിയത് എന്ന് വീമ്പിളക്കുകയും ചെയ്യുന്ന അനാമിക വന്നു കയറിയത് നേരായ വഴിയിൽ കൂടിയാണെങ്കിലും വളഞ്ഞ വഴിയിൽ കൂടിയുള്ള ചിന്തകളും അതുപോലെ തന്നെയുള്ള പ്രവർത്തികളുമാണ് അനന്തപുരിയിൽ ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്നത്. തിരിച്ചടികൾ പലതും ലഭിച്ചിട്ടും ഇപ്പോഴും അല്പമൊന്ന് ഒതുങ്ങണമെന്നോ അല്ലെങ്കിൽ നേരെ ചൊവ്വേ കാര്യങ്ങൾ നീക്കണമെന്നോ ഒരു ചിന്തയും അനാമികയുടെ മനസ്സിലുണ്ടാവുന്നില്ല. നയനയെയും നവ്യയെയും ദ്രോഹിക്കുക, അപ്പോൾ തന്നെ അനന്തപുരിയിലെ സ്വത്ത് എങ്ങനെയെങ്കിലും കൈക്കലാക്കുക, ഈ ചിന്തയോടുകൂടി തന്നെ അനാമിക ഓരോ ദിവസവും കഴിച്ചു കൂട്ടുകയാണ്. പക്ഷേ നാളുകൾ മുൻപോട്ട് പോകുന്നതിനിടയിൽ അനാമികയുടെ ഗ്രാഫ് വീണ്ടും വീണ്ടും താഴേക്ക് താഴുന്നതാണ് കാണുവാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ അനന്തപുരിയുടെ വാതിൽ എപ്പോഴാണ് അനാമികയ്ക്ക് മുൻപിൽ എന്നേക്കുമായി കൊട്ടിയടക്കപ്പെടുന്നത് എന്ന് മാത്രമാണ് അറിയുവാനുള്ളത്. സ്വന്തം ഭർത്താവായ അനിയുമായി ചേർന്നു പോകുവാൻ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ളവർ പലയാവർത്തി ബുദ്ധി ഉപദേശിച്ചിട്ടും അനാമികയ്ക്ക് അതിന് കഴിയുന്നില്ല എന്ന് മാത്രവുമല്ല, ഓരോ ദിവസം പോകുന്തോറും അനിയുമായി കൂടുതൽ അകലങ്ങളിലേക്ക് താൻ മാറിക്കൊണ്ടിരിക്കുകയുമാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ അനിയുടെ മനസ്സിൽ ഒരു നാളും സന്തോഷമുണ്ടാകാൻ പാടില്ല എന്ന ഒരു വാശി അനാമികയുടെ ഉള്ളിലും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വന്തം സന്തോഷം നശിപ്പിച്ചിട്ടാണെങ്കിൽ കൂടി അനിയെ തകർത്ത് കളയുക എന്നുള്ളൊരു ചിന്തയിലേക്കാണ് അനാമിക ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഒരവധി ദിവസം എല്ലാവരും വീട്ടിലുള്ള സമയത്ത് അനി വലിയ സന്തോഷത്തോടു കൂടി അനന്തപുരിയിലേക്ക് കയറി വരികയാണ്. എന്നിട്ട് മുത്തശ്ശനോടും മുത്തശ്ശിയോടും കൂടി പറയുകയാണ്, മുത്തശ്ശി, ഇന്നൊരു വലിയ സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഉടൻ തന്നെ പുറത്തിറങ്ങുവാൻ പോകുന്ന ഒരു മലയാള സിനിമയ്ക്ക് വേണ്ടി ഒരു പാട്ട് എഴുതി നൽകുവാൻ എനിക്കൊരു അവസരം ലഭിച്ചിട്ടുണ്ട്. അല്പം മുൻപാണ് അതിനുള്ള കോൾ എനിക്ക് എത്തിയത്. സത്യത്തിൽ ഒത്തിരി കാലങ്ങളായിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു വലിയ ആഗ്രഹമായിരുന്നു ഇത്. എങ്കിലും വലിയ സംഗീതജ്ഞന്മാരൊക്കെയുള്ള ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു അവസരം എനിക്ക് ഉണ്ടാകും എന്നുള്ളത് അത് സ്വപ്നം മാത്രമായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് യാഥാർത്ഥ്യമായിരിക്കുന്നു മുത്തശ്ശ. ഇത് കേട്ടുകൊണ്ട് മുത്തശ്ശൻ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് അനിയുടെ അടുത്തേക്ക് ചെന്നിട്ട് തൻ്റെ 2 തോളുകളിലും കൈവച്ചുകൊണ്ട് പറയുകയാണ്, മോനെ, ഇതൊരു വലിയ സന്തോഷ വാർത്തയാണ്. ഈ വയസ്സാം കാലത്ത് അനാവശ്യമായിട്ടുള്ള പല കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തിട്ട് വല്ലാതെ ഞാൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ളൊരു സന്തോഷ വാർത്ത കേൾക്കുന്നത്. പ്രത്യേകിച്ച് നീ ഒന്ന് ചിരിക്കുന്നത് കണ്ടിട്ട് തന്നെ ഒത്തിരി നാളുകൾ കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ നിന്റെ മുഖത്തെ ഈ സന്തോഷവും നിനക്ക് ലഭിച്ചിരിക്കുന്ന ഈ അവസരത്തെക്കുറിച്ചുമൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് എന്തെന്നില്ലാത്ത ആനന്ദമാണ് ഉണ്ടായിരിക്കുന്നത്. പെട്ടെന്ന് നയന പറയുകയാണ്, അനി, കൺഗ്രാജുലേഷൻസ്. ഇത്രയും നാളും നീ കണ്ട സ്വപ്നങ്ങളൊക്കെ ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിന്റെ ഈ പാട്ട് മലയാള സിനിമയിൽ ഒരു വമ്പൻ ഹിറ്റായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. മാത്രവുമല്ല, ഇനി തുടർന്നും ഒട്ടനവധി അവസരങ്ങൾ നിന്നെ തേടിയെത്തട്ടെ. തീർച്ചയായിട്ടും നിനക്ക് അതിനുള്ള കഴിവുണ്ടനി. അതുകൊണ്ട് തന്നെ അവസരങ്ങൾ നിന്നെ തേടി തീർച്ചയായിട്ടും എത്തുക തന്നെ ചെയ്യും. പെട്ടെന്ന് അനാമിക പറയുകയാണ്, ഒരു വലിയ മ്യൂസിക് ഡയറക്ടർ വന്നിരിക്കുന്നു. എന്താകുമെന്ന് കണ്ടറിയാം. ഇനിയിപ്പോൾ ഇവൻ്റെ പാട്ട് ആ സിനിമയിൽ വന്നതിൻ്റെ പേരിൽ ആ സിനിമ തന്നെ പൊട്ടിപ്പോകാതിരുന്നാൽ മതിയായിരുന്നു. എൻ്റെ ഈശ്വര, ഇനി എന്തൊക്കെ കാണേണ്ടി വരുമോ ആവോ. പെട്ടെന്ന് ദേവയാനി അനാമികയോട് ചോദിക്കുകയാണ്, അനാമിക മോളെ, നീ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അനി നിന്റെ ഭർത്താവല്ലേ? അവൻ്റെ ജീവിതത്തിൽ ഉയർച്ചകളും നന്മകളും ഒക്കെ വരുമ്പോൾ അതിൽ ഏറ്റവും അധികം സന്തോഷിക്കേണ്ടത് മോളല്ലേ? അനിയുടെ കഴിവുകൾക്ക് പ്രോത്സാഹനം നൽകി അതിനെ പരിപോഷിപ്പിച്ചെടുക്കേണ്ട ഉത്തരവാദിത്തമുള്ള മോളാണോ ഈ ഒരു സന്തോഷ വാർത്ത കേട്ടിട്ട് അവനെ ഇടിച്ചു താഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്നത്? എന്തായാലും ഇതൊട്ടും ശരിയായില്ല മോളെ. ഇത് കേട്ടിട്ട് ദേവയാനിയുടെ ഈ സംസാരം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിൽ അനാമിക അങ്ങനെ മുഖവും വീർപ്പിച്ചു നിൽക്കുമ്പോൾ നയന പറയുകയാണ്, എന്തായാലും നമുക്ക് ഈ സന്തോഷ വാർത്ത ഒന്ന് ആഘോഷിക്കണം മുത്തശ്ശ. ഞാൻ പെട്ടെന്നൊരു പായസം ഉണ്ടാക്കാം. ആദർശേട്ടനൊരു കേക്ക് ഓർഡർ ചെയ്യും. അനന്തപുരി തറവാട്ടിലെ നമ്മുടെ ഗാനരചയിതാവിന് അർഹിക്കുന്ന ബഹുമതി തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ മാറ്റൊട്ടും കുറയാതെ തന്നെ നമുക്ക് ഇന്ന് ആഘോഷിക്കണം. അപ്പോൾ ആദർശ് പറയുകയാണ്, ശരി നയനെ, നീ പായസം റെഡിയാക്ക്, ഞാൻ ഇപ്പോൾ തന്നെ കേക്ക് ഓർഡർ ചെയ്യാം. ഈ സമയത്ത് ദേവയാനി അനാമികയോട് പറയുന്നുണ്ട്, അനാമിക മോളെ, ഇതൊരു വലിയ സന്തോഷത്തിൻ്റെ നിമിഷമാണ്. എന്തായാലും നമ്മൾ ഇന്ന് ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യ്, മോളുടെ അച്ഛനെയും അമ്മയും കൂടെ വിളിച്ചു പറ, അവരും ഈ സന്തോഷത്തിന്റെ വേളയിൽ ഇവിടെ ഉണ്ടാകണം. ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് വിട്ടുകളഞ്ഞിട്ട് ഒന്ന് സന്തോഷിക്കും മോളെ. ദേവയാനിയുടെ ഈ വാക്ക് കേട്ടുകൊണ്ട് മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും അനാമിക വേണുവിനെയും രേവതിയെയും വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയും അനന്തപുരിയിലേക്ക് എത്രയും വേഗം എത്തണം എന്നും പറയുന്നുണ്ട്. അങ്ങനെ അല്പനിമിഷങ്ങൾക്കുള്ളിൽ വേണുവും രേവതിയും അനന്തപുരിയിലേക്ക് എത്തുന്നു. അവർ വന്നു കയറിയ സമയത്ത് തന്നെ നയന പായസവും ഒക്കെ തയ്യാറാക്കി എല്ലാവർക്കും അത് വിതരണം ചെയ്യാൻ തുടങ്ങുകയാണ്. വേണുവിനും രേവതിക്കുമാണ് ആദ്യം തന്നെ നയന പായസം കൊടുക്കുവാൻ എത്തുന്നത്. പക്ഷേ പായസം വെച്ച് നീട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ മുഖത്തടിച്ചതുപോലെ അനാമികയോട് രേവതി സംസാരിക്കുകയാണ്, ഈ പായസം നീ ഉണ്ടാക്കിയതല്ലേ? തൽക്കാലം അത് ഞങ്ങൾക്ക് വേണ്ട. ഇവിടെ നിന്ന് മുമ്പ് ഭക്ഷണം കഴിച്ചതിൻ്റെ കേട് ഇപ്പോഴും തീർന്നിട്ടില്ല. ഈ പായസം കൂടെ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞാലേ
ഏതവസ്ഥയിലാണ് ഇനി ഇവിടെ നിന്ന് തിരികെ പോവുക എന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയില്ലല്ലോ. ഇനിയിപ്പോൾ ഇതിനുള്ളിൽ നീ വല്ല വിഷവും കലർത്തിയിട്ടുണ്ടോ എന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെയുള്ള ആൾക്കാർ തന്നെ ഇത് കുടിച്ചാൽ മതി, തൽക്കാലം ഞങ്ങൾക്ക് വേണ്ട. അത്രയും സമയമുണ്ടായിരുന്ന എല്ലാവരുടെയും സന്തോഷം ഈ ഒരൊറ്റ പ്രസ്താവന കേട്ടതോടുകൂടി പെട്ടെന്നങ്ങ് ഇല്ലാതെയാകുന്നത് പോലെയായി. എല്ലാവരുടെയും മുഖത്തു നിന്ന് ചിരി മാഞ്ഞു. എന്തു മറുപടി പറയണം എന്നറിയാതെ ഓരോരുത്തരും മുഖത്തോട് മുഖം നോക്കുകയാണ്. പക്ഷെ നയന അതൊന്നും കാര്യമാകാതെ ആ ഒരു സന്തോഷവേളയുടെ ശോഭ നഷ്ടപ്പെടുത്തരുത് എന്ന് കരുതി വീണ്ടും പായസം ചിരിക്കുന്ന മുഖത്തോടു കൂടി ഓരോരുത്തരുടെയും നേരെ വെച്ച് നീട്ടുകയാണ്. ഈ സമയത്ത് ഗോവിന്ദനും കനകയും നന്ദുവിനെ കൂട്ടിക്കൊണ്ട് അനന്തപുരിയിലേക്ക് വരുന്നുണ്ട്. നന്ദുവിനെ കണ്ടപാടെ അനാമികയുടെ മുഖഭാവം വീണ്ടും മാറി. എല്ലാവരും കേൾക്കെ പരസ്യമായി അനാമിക അനിയോട് ചോദിക്കുകയാണ്, എടാ നീ എന്താണ് ഈ സമയത്ത് ഇവളെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്? അവൾ ഈ വീട്ടിൽ വരുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് ഞാൻ എത്രയോ പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അനാമികയെ, നിന്റെ ഇഷ്ടവും അനിഷ്ടവും നോക്കിയിട്ടല്ല അനന്തപുരിയിൽ ആര് വരണം ആര് വരണ്ട എന്ന് തീരുമാനിക്കുന്നത്. എനിക്കൊന്നും അറിയാത്ത സമയത്ത് പാട്ടിനോടും കവിതകളോടുമൊക്കെയുള്ള എൻ്റെ താല്പര്യങ്ങൾ ഞാൻ പ്രകടിപ്പിക്കുവാൻ തുടങ്ങിയപ്പോൾ അതിനെ മനസ്സിലാക്കുകയും അതിന് ഏറ്റവും അധികം പ്രോത്സാഹനം തന്ന് എൻ്റെ ഓരോ സൃഷ്ടികൾക്കും വലിയ അംഗീകാരങ്ങൾ നൽകിയ ഒരു വ്യക്തിയാണ് നന്ദു. അതുകൊണ്ട് തന്നെ ഈ ആഘോഷവേളയിൽ നന്ദു ഇവിടെ ഉണ്ടാകണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ തന്നെയാണ് നന്ദുവിനെയും അച്ഛനെയും അമ്മയും ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്. നമ്മുടെ കല്യാണത്തിന് മുൻപ് എൻ്റെ കവിതകൾക്ക് വലിയ അംഗീകാരം നൽകുകയും അതിനെക്കുറിച്ച് വാനോളം പുകഴ്ത്തി പറയുകയും എൻ്റെ വലിയ ആരാധകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുമല്ലേ നീ എന്നെ പരിചയപ്പെടുകയും എൻ്റെ പിന്നാലെ കൂടുകയും ചെയ്തത്. എന്നാൽ പിന്നീട് എന്താണ് ഉണ്ടായത്? വിവാഹശേഷം പലപ്പോഴും ഞാൻ എഴുതിയ കവിതകൾ അതൊന്ന് വായിച്ചു നോക്കുക പോകട്ടെ, എത്രയോ തവണ നീ എൻ്റെ കയ്യിൽ നിന്നും അത് പിടിച്ചു വാങ്ങി ചുരുട്ടിക്കൂട്ടി ഇവിടുത്തെ ചവിറ്റുകൊട്ടയ്ക്കകത്തേക്ക് എറിഞ്ഞിരിക്കുന്നു. അന്ന് നിന്നെ ഈ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറക്കി വിടാതിരുന്നത് എൻ്റെ മാന്യത. അതുകൊണ്ട് നീ ഇപ്പോൾ കൂടുതലായിട്ടൊന്നും സംസാരിക്കണ്ട. ഇത് പറഞ്ഞ് അനി നന്ദുവിനെയും ഗോവിന്ദനെയും കനകയെയും കൂടി അകത്തേക്ക് വിളിച്ചു കയറ്റുകയാണ്. ഈ സമയം തന്നെ ആദർശ് ഓർഡർ ചെയ്ത കേക്ക് ഒരാളവിടെ എത്തിക്കുന്നുണ്ട്. കേക്ക് വാങ്ങിയതിനു ശേഷം അത് കട്ട് ചെയ്യുവാൻ വേണ്ടി ആ പാക്കറ്റ് അനി ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ രേവതി അനാമികയോട് പറയുന്നുണ്ട്, മോളെ, അനി കേക്ക് കട്ട് ചെയ്യുമ്പോൾ മോൾ ഇങ്ങനെ ദൂരെ മാറി നിന്നാൽ എങ്ങനെയാണ് ശരിയാകുന്നത്? അതുകൊണ്ട് മോൾ അനിയുടെ കൂടെ നിൽക്ക്. ഇത് കേട്ടുകൊണ്ട് അനാമിക അനിയുടെ അരികിലേക്ക് കുറച്ചുകൂടി നീങ്ങി നിൽക്കുകയാണ്. തുടർന്ന് നവ്യ ഒരു പാട്ട് പാടുന്നു. ഈ സമയത്ത് അനി കേക്ക് മുറിക്കുകയും പെട്ടെന്ന് അതിൽ നിന്നും ഒരു പീസ് എടുത്തിട്ട് എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് നന്ദുവിന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുകയും ചെയ്യുകയാണ്. അനിയുടെ ഈ പ്രവൃത്തി കണ്ടുകൊണ്ട് ഗോവിന്ദനും കനകയും നന്ദുവും ഒക്കെ ആദ്യമൊന്നും ഞെട്ടുന്നുണ്ട്. എങ്കിലും നന്ദുവിന്റെ വായുടെ അരികിലേക്ക് കേക്കിന്റെ പീസ് എത്തുമ്പോൾ വേണ്ട എന്ന് പറയാൻ കഴിയാത്തത് കൊണ്ട് നന്ദു അത് സ്വീകരിക്കുകയാണ്. ഇത് കണ്ട് ആ വീട്ടിലുള്ള എല്ലാവരും അമ്പരന്ന് നിൽക്കുമ്പോൾ പെട്ടെന്ന് ജാനകി പിൻപിൽ നിന്നുകൊണ്ട്, അനി, നീ എന്തൊക്കെയാണായി കാണിക്കുന്നത്? ഈ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ആദ്യം അത് കൊടുക്കേണ്ടത് നിന്റെ ഭാര്യയ്ക്കല്ലേ? പിന്നെ നീ എന്താണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? അതിന് അനി മറുപടിയായി പറയുകയാണ്, അമ്മേ, ഞാൻ എന്തുകൊണ്ടാണ് അത് ചെയ്തതെന്ന് അമ്മയ്ക്ക് മനസ്സിലാകുന്നില്ലേ? എങ്കിൽ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. ചെറിയ പ്രായം മുതൽ തന്നെ മനസ്സിൽ വരുന്നത് പലതും കവിതയായും പാട്ടുകളായും ഒക്കെ പേപ്പറിൽ ഞാൻ എഴുതി വെക്കാറുണ്ടായിരുന്നു. അതൊക്കെ അമ്മയ്ക്ക് അറിയാമല്ലോ. ഇവിടെയുള്ള എല്ലാവർക്കും അത് അറിവുള്ള കാര്യവുമാണ്. പക്ഷേ നിങ്ങളാരും അതിനെ വേണ്ട തരത്തിൽ മനസ്സിലാക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ പരിഗണിക്കുകയോ ചെയ്തിട്ടില്ല. അതേക്കുറിച്ചൊന്നും ഞാനും അങ്ങനെ കാര്യമായി ചിന്തിച്ചില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ സങ്കടവും തോന്നിയിട്ടില്ല. കാരണം ഞാൻ വലിയ ഗാനരചയിതാവും കവിയും ഒന്നും ആകും എന്ന ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ലല്ലോ. എന്നാൽ എൻ്റെ കവിതകളെ കാണുകയും അതേക്കുറിച്ച് നല്ല നല്ല അഭിപ്രായങ്ങൾ പറയുകയും വീണ്ടും വീണ്ടും നിർത്താതെ എഴുതുവാൻ എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തൊരു വ്യക്തിയുണ്ടെങ്കിൽ അത് നന്ദു മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നുവരെ ഒരു നേരം പോക്കിന് വേണ്ടിയാണ് ഞാൻ കവിതകൾ എഴുതിയിരുന്നതെങ്കിൽ പിന്നീട് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും നിരന്തരമായി എൻ്റെ മനസ്സിൽ വരുന്നത് ഓരോന്നും ഞാൻ എഴുതുകയും ചെയ്തു. തുടർന്ന് പല പ്രസിദ്ധീകരണങ്ങൾക്കും അത് അയച്ചു കൊടുത്തു. പിന്നീട് അതൊക്കെ പല മാഗസിനുകളിലും അച്ചടിച്ചു വരികയും ചെയ്തു. അങ്ങനെ എവിടെയോ അച്ചടിച്ചു വന്ന ഒരു കവിത കണ്ടിട്ടാണ് ഈ അനാമിക എന്ന് പറയുന്നവൾ എന്നെ പരിചയപ്പെടുവാൻ വരുന്നത്. അന്ന് അവൾ എന്നോട് പറഞ്ഞത് അവൾ എൻ്റെ വലിയ ഫാനാണെന്നാണ്. അവൾക്ക് കവിതകളെന്ന് പറഞ്ഞാൽ ജീവാത്മാവും പരമാത്മാവും പോലെയാണ്. അതുകൊണ്ട് ഈ കവിതകളൊക്കെ ഒരുപാട് അവളെ സ്വാധീനിച്ചു. ഇത്തരത്തിലുള്ള പച്ചക്കള്ളങ്ങൾ പറഞ്ഞ് എന്നെ സമീപിക്കുകയും തുടർന്ന് ആ പഴുതിൽ കൂടി ഈ വീട്ടിൽ നുഴഞ്ഞു കയറുകയും ഒടുവിൽ അത് കല്യാണത്തിലേക്ക് എത്തുകയും ചെയ്തു. എന്നാൽ വിവാഹം കഴിഞ്ഞതിനു ശേഷം ഒരിക്കൽ പോലും ഞാൻ എഴുതിയിട്ടുള്ള ഒരു കവിത പോലും അവൾ നോക്കിയിട്ടില്ല. എൻ്റെ എഴുത്തുകളെക്കുറിച്ച് ഒരഭിപ്രായവും അവൾ പറഞ്ഞിട്ടില്ല. പലപ്പോഴും ഞാൻ എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദേഷ്യത്തോടു കൂടി അതെൻ്റെ കയ്യിൽ നിന്നും പിടിച്ച് ചുരുട്ടി വേസ്റ്റ് കൊട്ടയ്ക്കകത്തേക്ക് അവൾ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് സിനിമയിലൊരു ചാൻസ് വന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ അവളുടെ പരിഹാസവും അമർഷവും ഒക്കെ നിങ്ങളേവരും കണ്ടതും മനസ്സിലാക്കിയതുമാണ്. അങ്ങനെയുള്ളവർക്ക് ഞാൻ എന്തിനാണ് കേക്ക് മുറിച്ച് വായിൽ വെച്ച് കൊടുക്കുന്നത്? ഇവിടെ എന്നെക്കാൾ അധികം ഈ വിഷയത്തിൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് നന്ദു ആണ് എന്നെനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് നന്ദുവിന് ഞാൻ കേക്ക് കട്ട് ചെയ്ത് കൊടുത്തത്. പെട്ടെന്ന് അനാമിക പറയുകയാണ്, ആർക്ക് വേണമടാ നിന്റെ കേക്ക്? നീ ഇവളും കൂടി ഒറ്റയ്ക്ക് ആ കേക്ക് മുഴുവൻ തിന്നു തീർത്തോ? അച്ഛാ, അമ്മേ,
മനഃപൂർവ്വം നമ്മളെ ഇൻസൾട്ട് ചെയ്യുവാൻ വേണ്ടി തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ഇവൻ ഇവിടെ വന്ന് സംസാരിച്ചത്. അതുകൊണ്ട് കൂടുതൽ അപമാനിക്കപ്പെടുവാൻ വേണ്ടി ഇവരുടെ മുമ്പിൽ തല വെച്ച് കൊടുത്തുകൊണ്ട് നിൽക്കരുത്, ഇങ്ങോട്ട് വരാൻ നോക്ക്. ഇത് പറഞ്ഞിട്ട് അനാമിക മുകളിലേക്ക് കയറിപ്പോവുകയാണ്. എന്തു മറുപടി പറയണമെന്നറിയാതെ പകച്ചു നിന്ന വേണുവും രേവതിയും കൂടി അനാമികയുടെ പിന്നാലെ തന്റെ മുറിയിലേക്ക് കയറിപ്പോകുന്നു. തുടർന്ന് അനാമിക മുറിയിൽ കയറി കതകരി കുറ്റിയിട്ട ശേഷം രേവതിയോടും വേണുവിനോടും പറയുകയാണ്, ഞാൻ മടുത്തു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ ഞാൻ ഈ വീട്ടിൽ അനുഭവിക്കുന്ന മാനസിക പ്രയാസം എത്ര അധികമാണെന്ന്. ഇപ്പോൾ തന്നെ ഇത്രയും അധികം ആൾക്കാരെ സാക്ഷി നിർത്തിക്കൊണ്ട് അവൻ അവളുടെ വായിലേക്ക് കേക്ക് വെച്ചു കൊടുത്തെങ്കിൽ നിങ്ങൾ ഓർത്തു, നാളെ എൻ്റെ സ്ഥാനത്ത് ഈ അനന്തപുരിയിൽ അവൻ്റെ ഭാര്യയായിട്ട് അവളെത്തും. അവനിപ്പോൾ വലിയ മ്യൂസിക് ഡയറക്ടറൊക്കെ ആയിരിക്കുകയാണ്. ഇനിയിപ്പോൾ വലിയ പുരസ്കാരങ്ങളൊക്കെ അവനെ തേടിയെത്തും. അതൊക്കെ വാങ്ങുവാൻ വേണ്ടി അവൻ പോകുന്ന ഓരോരോ വേദികളിലും അവൻ്റെ ഭാര്യയായിട്ട് അവൻ്റെ കൂട്ടത്തിൽ എന്നെ കൊണ്ടുപോകുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? അതുകൊണ്ട് ഇവിടെ വെച്ചെല്ലാം അവസാനിപ്പിക്കണം. എനിക്ക് വയ്യ ഇനി. നിങ്ങൾ ഇപ്പോൾ പോകുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ വരുവാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ രേവതി പറയുകയാണ്, മോളുടെ പ്രയാസവും സങ്കടവും എല്ലാം ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. പിന്നെ പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറയുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. മോൾക്ക് സമാധാനമായിട്ട് ഈ വീട്ടിൽ ജീവിച്ചു പോകുവാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും യാതൊരു പ്രതീക്ഷയുമില്ല. അതുകൊണ്ട് അനിയെ നിന്റെ ജീവിതത്തിൽ ഇതും ഒഴിവാക്കിയേ പറ്റൂ. അവൻ അവളെയാണ് ഇഷ്ടമെങ്കിൽ അവൻ അവളെ കെട്ടിക്കോട്ടെ, അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ മോളെ. പക്ഷേ അങ്ങനെ എല്ലാം വിട്ടിട്ടിറങ്ങുവാനുള്ള സമയമായിട്ടില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നിയമപരമായിട്ടാണ് നിങ്ങൾ ഇരുവരും തമ്മിൽ വിവാഹിതരായത്. അത് നമ്മുടെ ഒരു വലിയ പിടിവള്ളിയാണ്. തൽക്കാലം മോള് കുറച്ചുകൂടി ബുദ്ധി ഉപയോഗിച്ച് ഇവിടെ കുറച്ചു നാൾ കൂടി പിടിച്ചു നിൽക്കാൻ ശ്രമിക്കണം. അവൻ്റെ അംഗീകാരത്തിനും സ്നേഹത്തിനും ശ്രമിക്കുമ്പോഴല്ലേ കൂടുതൽ മനസ്സ് വേദനിക്കുകയും പ്രയാസമുണ്ടാവുകയും ചെയ്യുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രതീക്ഷകളൊന്നും ഇനി വെച്ചു പുലർത്തണ്ട. മോൾ ഈ വീട്ടിലേക്ക് വന്നു കയറിയപ്പോൾ മനസ്സിൽ ലക്ഷ്യമിട്ടത് അവൻ്റെ സ്നേഹമായിരുന്നില്ലല്ലോ, അനന്തപുരിയിലെ സ്വത്തായിരുന്നില്ലേ? മുഴുവനില്ലെങ്കിലും അതിൽ ന്യായമായിട്ട് ലഭിക്കേണ്ടത് മോൾക്ക് ലഭിച്ചേ പറ്റൂ. വേണമെങ്കിൽ വിവാഹമോചനം നടത്തി നമുക്ക് പിരിയാം. അപ്പോൾ കോടതി നമുക്കൊരു നഷ്ടപരിഹാരം തരും. പക്ഷേ അത് നക്കാപ്പിച്ച പൈസ മാത്രമേ കാണത്തുള്ളൂ മോളെ. അതുകൊണ്ട് ഞാൻ പറയുന്നത് ബുദ്ധിയോടുകൂടി മോളൊന്ന് കേൾക്ക്. കുറച്ചു നാളുകൾ കൂടി ഇവിടെ ഒന്ന് പിടിച്ചു നിൽക്കുവാൻ ശ്രമിച്ചാൽ ഒരുപാട് നേട്ടങ്ങൾ നിനക്ക് ഇവിടെ ഉണ്ടാക്കിയെടുക്കുവാൻ പറ്റും. അമ്മേ, നിങ്ങളുടെയൊക്കെ ഈ വർത്തമാനങ്ങൾ കേട്ടുകൊണ്ട് എത്ര നാളുകളായിട്ട് ഞാൻ ഇവിടെ ഓരോരുത്തരുടെയും തലക്കനവും അഹംഭാവവും കണ്ട് ആട്ടും തുപ്പും കേട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇവിടെ നിന്ന് പുറത്തു പോകണം എന്ന് ഞാൻ ആഗ്രഹിച്ചവരൊക്കെ വളർന്നു വലുതായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവിടെ വേരുറപ്പിക്കണം എന്ന് ആഗ്രഹിച്ച ഞാൻ ഏത് നിമിഷവും ഇപ്പോൾ പുറത്താകും എന്ന സ്ഥിതിയിലും എത്തിയിരിക്കുന്നു. ഇനിയും എന്ത് ബുദ്ധി പ്രയോഗിക്കണമെന്നാണ് അമ്മ പറഞ്ഞു വരുന്നത്. അപ്പോൾ വേണു പറയുകയാണ്, മോളെ അതൊക്കെ ഉണ്ട്. അതാണ് ഞങ്ങൾ പറഞ്ഞത്. നിയമപരമായി മോൾ അനിയുടെ ഭാര്യയാണ്. അതുകൊണ്ട് തന്നെ അവകാശങ്ങൾ പലതും മോൾക്കുണ്ട്. അനന്തപുരിയുടെ പ്രധാനപ്പെട്ട 3 ജ്വല്ലറികൾ അത് അനിയുടെ പേരിലാണ്. ഇപ്പോൾ ഒരു നല്ല അവസരമാണ് വന്നിരിക്കുന്നത്. മോൾ ഈ തക്കം നോക്കി തന്ത്രപരമായി അവൻ്റെ അമ്മയെ സ്വാധീനിക്കണം. എന്തായാലും ജാനകി ഇപ്പോഴും നിന്റെ പക്ഷത്ത് തന്നെയാണ്. അച്ഛൻ എന്താണ് അച്ഛാ ഈ പറഞ്ഞു വരുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. എങ്ങനെ സ്വാധീനിക്കണമെന്നാണ്? ഇത്രയും നാളും അവരെ സ്വാധീനിച്ച് കൂടെ നിർത്തിയിട്ട് അവരെ കൊണ്ടൊരു ചുക്കും ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇനിയും എന്തു ചെയ്യണമെന്നാണ് അച്ഛൻ പറയുന്നത്? മോളെ, അതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരു നല്ല അവസരം വന്നിട്ടുണ്ട്. അവൻ്റെ തലയിൽ ഇപ്പോൾ സിനിമാ ഭ്രാന്ത് കയറിയിരിക്കുകയാണ്. അവൻ ഇനി ഇപ്പോൾ ജുവല്ലറി എന്നോ ബിസിനസ് എന്നോ ഉള്ള ചിന്തകളിലൊന്നും ആയിരിക്കില്ല. മനസ്സിനകത്ത് മുഴുവൻ പാട്ടാണ്. അതിലൂടെ സിനിമയിൽ കയറുക, അതിൻ്റെ പുറകിലായിരിക്കും അവൻ്റെ ഓട്ടം. അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യണം, ജാനകിയോട് പറയണം. അവൻ ഏത് സമയത്തും സിനിമയുടെ പുറകിന് ഇങ്ങനെ പാട്ടും എഴുതിക്കൊണ്ട് നടക്കുന്നത് കൊണ്ട് തുടർന്ന് ജ്വല്ലറി ശ്രദ്ധയോടെ മുൻപോട്ട് കൊണ്ടുപോകാനൊന്നും അവനെ കൊണ്ട് പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് തൽക്കാലം ഇനി മുതൽ ആ ജ്വല്ലറികളുടെ 3ൻ്റെയും ചുമതല നീ ഏറ്റെടുത്ത് നടത്തിക്കോളാമെന്ന്. ഇത് ജാനകിക്ക് ബോധ്യപ്പെടാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. കാരണം അവർക്കും അറിയാം അവനിപ്പോൾ വട്ടുപിടിച്ച് നടക്കുകയാണെന്ന്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജ്വല്ലറി നല്ല രീതിയിൽ നോക്കി നടത്തുവാൻ അവന് പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് കൊള്ളേണ്ടതുപോലെ തന്നെ ജാനകിക്ക് കൊള്ളും. ജാനകി ആ കാര്യം അജയനോട് പറയും. അവർ രണ്ടുപേരും കൂടി ഈ 3 ജ്വല്ലറികളുടെയും മേൽനോട്ടം മോളെ ഏൽപ്പിക്കും. പിന്നെ ഈ 3 ജ്വല്ലറികളുടെ ചുമതല അനിക്കുണ്ടെങ്കിലും അനിയുടെ പേരിൽ ഇതൊന്നും എഴുതി കൊടുത്തിട്ടില്ല. എല്ലാം അനന്തപുരിക്കാരുടെ പേരിൽ പൊതുവായിട്ട് കിടക്കുന്നതാണ്. അതുകൊണ്ട് അതിൻ്റെ ചുമതല കിട്ടിയത് കൊണ്ട് അതോടുകൂടി ജ്വല്ലറി ഒന്നും മോടെ പേരിലായി എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതിനുള്ളിൽ ഓരോ ദിവസവും വന്നു കയറുന്ന സ്വർണം, അതിൽ നിന്നും നല്ലൊരു പങ്ക് ഈസി ആയിട്ട് മോൾക്ക് അടിച്ചു മാറ്റുവാൻ പറ്റും. വേണു ഇതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അനാമികയുടെയും മനസ്സിൽ ചിന്തിക്കുകയാണ്, ശരിയാണല്ലോ അച്ഛൻ ഈ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഉടൻ തന്നെ അവൻ്റെ അമ്മയോട് ഈ കാര്യങ്ങൾ സംസാരിക്കണം. തുടർന്ന് രേവതിയും വേണുവും പോയതിനു ശേഷം അനാമിക മെല്ലെ ജാനകിയുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ജാനകിയോട് പറയുകയാണ്, അമ്മേ, ഞാനൊരു കാര്യം പറയുന്നതിൽ അമ്മയ്ക്ക് തെറ്റായിട്ടൊന്നും തോന്നരുത്. ഞാൻ എന്തെങ്കിലും പ്രത്യേക ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്ന് ചിന്തിക്കുകയും അരുത്. ഞാൻ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് അമ്മ ചിന്തിക്കണം. അതിനുശേഷം മാത്രം മറുപടി പറഞ്ഞാൽ മതി. അനന്തപുരിയിലെ പ്രധാനപ്പെട്ട 3 ജ്വല്ലറികൾ അനിയെയാണ് ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നാൽ
ഇപ്പോഴത്തെ അവസ്ഥയിൽ അനിക്ക് ജുവല്ലറിയേക്കാൾ വലുത് പാട്ടും സിനിമയും ഒക്കെയാണ്. അവൻ അതിലൊക്കെ മതിമറന്ന് ഇപ്പോൾ മറ്റൊരു ലോകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ എന്റെ മനസ്സിൽ വരുന്നൊരു വലിയ ഭയമുണ്ടമ്മേ. ഈ 3 ജുവല്ലറികളുടെയും ബിസിനസ് ഏത് നിമിഷവും തലകുത്തി വീഴും, അത് ഉറപ്പാണ്. അങ്ങനെ സംഭവിച്ചാൽ ആദർശേട്ടനും മുത്തച്ഛനും കൂടി അതിന്റെ ചുമതല എടുത്ത് ആ നയനയുടെ തലയിൽ വെച്ചു കൊടുക്കും. അതോടുകൂടി അല്പം നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പിടിവള്ളി അതുകൂടെ നഷ്ടപ്പെട്ടു പോകും. അനാമികയുടെ ഈ സംസാരമെല്ലാം കേട്ടിട്ട് ജാനകി ഒന്ന് ഞെട്ടുകയാണ്. എന്നിട്ട് ജാനകി പറയുന്നുണ്ട്, മോളെ, നീ പറഞ്ഞത് സത്യമാണ്. ഞാൻ പക്ഷേ അതേപ്പറ്റി ഇപ്പോഴാണ് ചിന്തിക്കുന്നത്. എന്തായാലും ഞാൻ ഈ വിവരം ഇന്ന് തന്നെ അച്ഛനോട് സംസാരിക്കുന്നുണ്ട്. തുടർന്ന് അടുത്ത നിമിഷം തന്നെ ജാനകി ഈ കാര്യങ്ങളൊക്കെ മുത്തശ്ശനുമായി സംസാരിക്കുകയാണ്. ജാനകി പറയുന്നുണ്ട്, അച്ഛാ, ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സംസാരിക്കുന്നത്. അനിയുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്. പക്ഷേ അനിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നാളുകളിലേക്ക് ഇനിയിപ്പോൾ അവൻ സിനിമയുടെയും പാട്ടിൻ്റെയും ഒക്കെ പുറകിലായിരിക്കും. അങ്ങനെ അവൻ പോയാൽ വേണ്ട രീതിയിൽ ഈ ജുവല്ലറി നോക്കി നടത്തുവാൻ അവന് പറ്റാതെ വരും. അതേക്കുറിച്ച് എന്തെങ്കിലും അച്ഛൻ ചിന്തിക്കുന്നുണ്ടോ? മൂർത്തി സാർ മൗനമായിരിക്കുമ്പോൾ വീണ്ടും ജാനകി പറയുകയാണ്, പക്ഷേ ഞാൻ അതേപ്പറ്റി ചിന്തിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന പ്രധാനപ്പെട്ട ചിന്ത, അനിയുടെ അഭാവത്തിൽ ആ ജുവല്ലറി 3 നോക്കി നടത്തുവാനുള്ള ഉത്തരവാദിത്തം അവൻ്റെ ഭാര്യയായ അനാമികയ്ക്കാണ്. അനാമിക മോൾ മിടുക്കിയാണ്. അതുകൊണ്ട് അച്ഛൻ അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കണം. അല്പനേരം മൗനമായിരുന്നിട്ട് മുത്തശ്ശൻ ചോദിക്കുകയാണ്, ജാനകി, ജുവല്ലറിയെക്കുറിച്ചും ബിസിനസ്സിനെക്കുറിച്ചും ഒന്നും അറിയാത്ത അനാമിക മോളുടെ കയ്യിലേക്ക് പെട്ടെന്നൊരു ദിവസം അതിൻ്റെ ചുമതലകൾ ഏൽപ്പിച്ചു കൊടുത്താൽ അതൊക്കെ ഭംഗിയായിട്ട് നോക്കി നടത്തുവാൻ ആ കുട്ടിക്ക് കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അച്ഛാ, അതിന് ബിസിനസ്സുകളെല്ലാം ചെയ്യുന്നത് അവളല്ലല്ലോ. ഓരോ സ്ഥാപനങ്ങൾക്കും മാനേജർമാരുണ്ട്, സെയിൽസ്മാൻമാരുണ്ട്. പിന്നെ എല്ലാം നോക്കി നടത്തുക എന്നുള്ളൊരു ചുമതല മാത്രമല്ലേ ഉള്ളൂ അനിയുടെ മേൽ. ആ ചുമതല അനാമിക മോൾക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ശരി ജാനകി, നിന്റെ ഇഷ്ടം പോലെ നീ ചെയ്തു. പക്ഷേ ഒരു കാര്യം നീ മറന്നു പോകരുത്. വളരെയധികം കഷ്ടപ്പെട്ട് പടുത്തുയർത്തി കൊണ്ടുവന്നതാണ് ഈ ഓരോ സ്ഥാപനങ്ങളും. ആ ഒരു വില എല്ലായ്പ്പോഴും അതിന് കൊടുക്കണം. എവിടെയെങ്കിലും ഒരു ചെറിയ വീഴ്ച പറ്റിയാൽ അതോടുകൂടി ആകെ തകിടം മറിയും. എങ്കിലും ഞാൻ നിന്നെ നിരുത്സാഹപ്പെടുത്തുന്നില്ല. നീ പറഞ്ഞതുപോലെ തന്നെ നടക്കട്ടെ. തുടർന്ന് വലിയ സന്തോഷത്തോടുകൂടി ജാനകി മടങ്ങിപ്പോവുകയും മുത്തശ്ശൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനാമികയെ അറിയിക്കുകയും ചെയ്യുകയാണ്. 3 ജുവല്ലറികളുടെ മേൽനോട്ടം തന്നെ ഏൽപ്പിച്ചു എന്നുള്ള വാർത്ത അനാമികയ്ക്ക് ഹൃദയം പൊട്ടുന്ന സന്തോഷമാണ് ഉണ്ടാക്കിയത്. ഉടൻ തന്നെ വേണുവിനെയും രേവതിയെയും വിളിച്ച് അനാമിക ഈ വാർത്ത ഷെയർ ചെയ്യുന്നുണ്ട്. ഇത്രയും കേട്ടപ്പോഴേക്കും വേണു വലിയ സന്തോഷത്തോടെ രേവതിയോട് പറയുകയാണ്, രേവതി, ഇന്ന് നമ്മൾ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കേണ്ട ദിവസമാണ്. ഇതോടുകൂടി നമ്മൾ ജയിച്ചു എന്ന് വേണം കരുതുവാൻ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു രേവതി. എൻ്റെ മോൾ മിടുക്കിയാണ്. നമ്മളെ കൊണ്ട് കഴിയാത്ത പല കാര്യങ്ങളും ചെയ്തെടുക്കുവാൻ അവൾക്ക് കഴിവുണ്ട്. 3 ജുവല്ലറികളുടെ നേതൃത്വത്തിലേക്കാണ് അവൾ വന്നിരിക്കുന്നത്. ഇനി ബാക്കിയുള്ളതെല്ലാം ഈസി ആയിട്ട് അവൾ കൈവശമാക്കിക്കോളും. തുടർന്ന് കാണുന്നത് പുതിയ ചുമതലകൾ ഏൽപ്പിക്കപ്പെട്ടതിന്റെ സന്തോഷത്തിൽ തൊട്ടടുത്ത ദിവസം തന്നെ രാവിലെ കുളിച്ചൊരുങ്ങി നന്നായി ഡ്രസ്സ് ചെയ്ത് ഓഫീസിലേക്ക് പോകുവാൻ വേണ്ടി അനാമിക ഇറങ്ങിത്തിരിക്കുന്ന കാഴ്ചയാണ്. ഈ സമയത്ത് തന്നെ നയനയും ഓഫീസിലേക്ക് പോകുവാൻ തയ്യാറായി പുറത്തേക്ക് വരുന്നുണ്ട്. നയനയെ കണ്ടുകൊണ്ട് അനാമിക നയനയുടെ മുഖത്തേക്ക് നോക്കി പറയുകയാണ്, ഇപ്പോഴാണ് എനിക്കൊരു സന്തോഷമായത്. ഈ ഒരു അവസരത്തിന് വേണ്ടി എത്ര നാളുകളായിട്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു നിനക്കറിയാമോ? അനന്തപുരിയിലെ പ്രധാനപ്പെട്ട 3 ജുവല്ലറികളുടെ മേൽനോട്ടമാണ് മുത്തശ്ശൻ ഇപ്പോൾ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇത് മതി. ഇനിയാണ് ശരിക്കുള്ള കളികളൊക്കെ നീ കാണാൻ പോകുന്നത്. അനാമികയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ നിന്നെ കാണിച്ചു തരാം. അധികം താമസിയാതെ തന്നെ ഈ വീട്ടിലെ പഴയ അടുക്കളക്കാരിയുടെ റോളിലേക്ക് നീ മടങ്ങിയെത്തും. ഇല്ലെങ്കിൽ ഞാൻ നിന്നെ മടക്കി കൊണ്ടുവരും. ഇത് പറഞ്ഞിട്ട് വലിയൊരു അഹങ്കാരത്തോടു കൂടി തിരിച്ചൊരു മറുപടി കേൾക്കുവാൻ പോലും നിൽക്കാതെ അനാമിക ഇറങ്ങി അങ്ങ് പോവുകയാണ്. അനാമികയുടെ ഈ പോക്ക് കണ്ടിട്ട് നയനെ അങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. അനാമിക ഓഫീസിലേക്ക് പോകുന്നത് കണ്ടുകൊണ്ട് ജാനകി ദേവയാനിയോട് പറയുന്നുണ്ട്, ഏട്ടത്തി, സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് എനിക്ക് മനസ്സിനൊരു സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടായത്. വന്നു കയറിയ നാൾ മുതൽ ഒരവകാശവും ഇല്ലാത്തവളെ പോലെ എൻ്റെ മരുമകൾ ഈ വീടിനകത്ത് ഒതുങ്ങിക്കഴിയുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ അച്ഛൻ അവളെ 3 ബ്രാഞ്ചുകളുടെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നു. എനിക്ക് നല്ല ഉറപ്പുണ്ട് എൻ്റെ മരുമകൾ മിടുക്കിയാണെന്ന്. അതുകൊണ്ട് തന്നെ അവൾ നമ്മുടെ കമ്പനിക്ക് നയനെ ഉണ്ടാക്കിയതിനേക്കാൾ കൂടുതൽ നേട്ടങ്ങളും ബിസിനസ്സുകളും കൊണ്ടുവരും. ജാനകിയുടെ ഈ വർത്തമാനമൊക്കെ കേട്ടിട്ട് ദേവയാനി അങ്ങനെ മൗനമായി നിൽക്കുകയാണ്. ജാനകിയുടെ മുഖത്ത് നോക്കി അതിനെതിരായി സംസാരിക്കണ്ട എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ദേവയാനി മിണ്ടാതെ തൻ്റെ മനസ്സിൽ പറയുകയാണ്, ജാനകി, കൂടുതൽ സന്തോഷിക്കാനൊക്കെ വരട്ടെ. ഒരാഴ്ചക്കുള്ളിൽ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമുണ്ടാകും. അപ്പോഴും ഈ സന്തോഷം മുഖത്തുണ്ടാവണം. ദേവയാനി മനസ്സിൽ ചിന്തിച്ചതുപോലെ തന്നെ കൃത്യം ഒരാഴ്ചയാകുമ്പോഴേക്കും ഒരു ദിവസം വൈകിട്ട് ആദർശ് വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് അനന്തപുരിയിലേക്ക് വന്നു കയറുകയാണ്. തുടർന്ന് മുത്തശ്ശൻ്റെ മുറിയിലേക്ക് ചെന്നിട്ട് ആദർശ് മുത്തശ്ശനോട് ചോദിക്കുകയാണ്, മുത്തശ്ശൻ ആരോട് ചോദിച്ചിട്ടാണ് എനിക്ക് പകരമായി അനാമികയെ 3 ജുവല്ലറികളുടെ നേതൃത്വം ഏൽപ്പിച്ചത്? എന്തു പറ്റി മോനെ, എന്താ സംഭവിച്ചത്? ജാനകി പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അവർ ഭാര്യാഭർത്താക്കന്മാരല്ലേ. അതുകൊണ്ട് തന്നെ എനിക്കതിനകത്ത് വലിയ വിയോജിപ്പൊന്നും പ്രകടിപ്പിക്കാൻ കഴിയില്ലല്ലോ. എന്താണ് ഇപ്പോൾ എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രശ്നമുണ്ടായോ?
അത് പിന്നെ മുത്തശ്ശ 3 ജുവല്ലറികൾ കൂടി ഒറ്റ ആഴ്ച കൊണ്ട് 25 കോടി രൂപയുടെ നഷ്ടമാണ് വരുത്തിയിരിക്കുന്നത്. നമ്മുടെ ജുവല്ലറികളിലെത്തുന്ന കസ്റ്റമേഴ്സ് അവരുടെ ആവശ്യപ്രകാരമുള്ള ഡിസൈനുകളാണ് ഓർഡർ ചെയ്യുക എന്നുള്ളത് മുത്തച്ഛൻ അറിയാമല്ലോ. ആ സമയത്ത് അവിടെ ഉള്ളതാണെങ്കിൽ നമ്മൾ അത് വിൽക്കും. ഇല്ല എങ്കിൽ കസ്റ്റമേഴ്സിൽ നിന്നും ഏകദേശം അതിൻ്റെ ഡിസൈൻ ചോദിച്ചു മനസ്സിലാക്കിയിട്ട് അത് നയനയ്ക്ക് കൈമാറുകയും നയനയെ കൊണ്ട് ആ ഡിസൈനുകൾ വരപ്പിച്ച് ആ കസ്റ്റമേഴ്സിനെ കാണിക്കുകയും ചെയ്യും. ആ ഡിസൈൻ അവർക്ക് ഇഷ്ടപ്പെട്ടാൽ അതിൻ്റെ ഓർണമെന്റ്സ് പണിയിച്ചു കൊടുക്കും. ആ ഡിസൈൻ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ അവരുടെ ഡിസൈൻ അനുസരിച്ച് നയനയെ കൊണ്ട് വീണ്ടും നമ്മൾ മാറ്റി വരപ്പിക്കും. അങ്ങനെ നമ്മുടെ ഒരു കസ്റ്റമേഴ്സിനെ പിടിച്ചു നിർത്തുവാൻ വേണ്ടി മാക്സിമം നമ്മൾ അതിനകത്ത് എഫേർട്ട് എടുക്കും. എന്നാൽ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് നമ്മുടെ ഈ 3 ജുവല്ലറികളിൽ വന്നിട്ടുള്ള കസ്റ്റമേഴ്സിനോട് അവരാവശ്യപ്പെട്ട സാധനങ്ങൾ ഇല്ല എന്ന് പറഞ്ഞ് മടക്കി അയക്കുകയാണ് ചെയ്തത് എന്നാണ് എനിക്ക് അറിയുവാൻ കഴിഞ്ഞത്. ഈ കാര്യങ്ങളൊക്കെ ഇന്നാണ് ഞാൻ അറിഞ്ഞത്. അവിടെയുള്ള മാനേജേഴ്സിനോട് ഞാൻ വിളിച്ചു ചോദിക്കുമ്പോൾ ഇല്ലാത്ത സാധനങ്ങൾ ഇല്ലെന്ന് പറഞ്ഞ് മടക്കി അയച്ചേക്കാനാണ് മാഡം പറഞ്ഞത് എന്നുള്ള മറുപടി ലഭിച്ചു. ഒരു കസ്റ്റമർ നമ്മുടെ കയ്യിൽ നിന്നും പോയാൽ അവർ മടങ്ങി വരുമെന്ന് മുത്തശ്ശന് തോന്നുന്നുണ്ടോ? മുത്തശ്ശന് നന്നായിട്ട് അറിയാമല്ലോ ഈ ഫീൽഡിലെ കോമ്പറ്റീഷൻ എത്രത്തോളം ഉണ്ടെന്ന്. അതുമാത്രവുമല്ല മുത്തശ്ശ, ജുവല്ലറിയിലേക്ക് വരുന്ന കസ്റ്റമേഴ്സിനെ എങ്ങനെ സ്വീകരിക്കണമെന്നും ഏത് രീതിയിൽ അവരോട് ബിഹേവ് ചെയ്യണമെന്നും ഒന്നും അനാമികയ്ക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് ഒട്ടും തൃപ്തരല്ല എന്നാണ് എനിക്ക് അറിയുവാൻ കഴിഞ്ഞത്. ഉടൻ തന്നെ മുത്തശ്ശൻ ഭയങ്കര ദേഷ്യത്തോടു കൂടി അനാമികയെ വിളിക്കുകയാണ്. മുത്തശ്ശന്റെ വിളി കേട്ടുകൊണ്ട് അനാമിക അവിടേക്ക് പോകുമ്പോൾ അനാമികയ്ക്ക് പിന്നാലെ ജാനകിയും ദേവയാനിയും ഒക്കെ കൂടുന്നുണ്ട്. കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ദേവയാനി പെട്ടെന്ന് ജാനകിയുടെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ്, ജാനകി, നീയല്ലേ പറഞ്ഞത് നിന്റെ മരുമകൾ വലിയ മിടുക്കിയാണെന്നും ഇനി കോടികളുടെ ബിസിനസ്സൊക്കെ അവൾ കൊണ്ടുവരും എന്നൊക്കെ? അതങ്ങനെ തന്നെ സംഭവിച്ചു. ഒറ്റ ആഴ്ച കൊണ്ട് 25 കോടി രൂപയുടെ ലാഭമാണ് നിന്റെ മരുമകൾ മൂർത്തീസ് ഗ്രൂപ്പിനുണ്ടാക്കിയിരിക്കുന്നത്. ഇങ്ങനെ ലാഭം കൂടി വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 ആഴ്ച പിന്നിടുമ്പോഴേക്കും നമ്മുടെ ബ്രാഞ്ചുകളൊക്കെ ഇനി നമുക്ക് വേണ്ടെന്ന് വെക്കേണ്ടി വരും. ഇത് കേട്ടിട്ട് ജാനകി അങ്ങനെ തലകുനിച്ച് നിൽക്കുമ്പോൾ വീണ്ടും ദേവയാനി പറയുകയാ, ജാനകി, ആദ്യം നീ നിന്റെ മരുമകളെ അടുക്കളയിലെ പണി എന്താണ് എന്നുള്ളത് നന്നായിട്ടൊന്ന് പഠിപ്പിച്ചു കൊടുക്കുക. അതിനുശേഷം മതി ജുവല്ലറിയുടെ ഭരണമൊക്കെ ഏൽപ്പിക്കുവാൻ. ദേവയാനിയുടെ ഈ പരിഹാസ വാക്കുകൾക്ക് എന്തു മറുപടി പറയണമെന്നറിയാതെ ജാനകിയും അനാമികയും അങ്ങനെ തല താഴ്ത്തി മൗനമായിട്ട് അവിടെ നടന്നു പോവുകയാണ്. തുടർന്ന് കാണുന്നത് മുറിയിലേക്ക് കയറി ചെന്നിട്ട് അനാമിക വേഗം ഫോൺ എടുത്ത് തൻ്റെ അമ്മയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ്. അനാമികയുടെ ഫോൺ വരുമ്പോൾ വലിയ സന്തോഷത്തോടെ, മോളെ എന്തായി, എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ എന്ന് രേവതി ചോദിക്കുമ്പോൾ അനാമിക പറയുകയാണ്, അമ്മേ, ഒറ്റ ആഴ്ച കൊണ്ട് എല്ലാം തകിടം മറിഞ്ഞു. 3 ബ്രാഞ്ചുകളുടെ ചുമതല ലഭിച്ചപ്പോൾ ഞാൻ വലിയ സന്തോഷത്തിലായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ അവിടേക്ക് പോകേണ്ടി വരില്ല. കാരണം ഒരാഴ്ച കൊണ്ട് 25 കോടി രൂപയുടെ നഷ്ടമാണ് മൂർത്തീസ് ഗ്രൂപ്പിന് ഞാൻ വരുത്തി വെച്ചത്. അയ്യോ മോളെ, അതെന്താ പറ്റിയത്? അങ്ങനെ മോൾ ആർക്കും പൈസ വാങ്ങിക്കാതെ സ്വർണ്ണമൊക്കെ എടുത്തു കൊടുത്തോ? പിന്നെ എങ്ങനെയാണ് ഇത്രയും വലിയ ഭീമമായ നഷ്ടമൊക്കെ ഉണ്ടാകുന്നത്? അത് പിന്നെ അമ്മേ, പുതിയ കസ്റ്റമേഴ്സൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഡിസൈനുകളൊക്കെയാണ് ചോദിക്കുന്നത്. അതൊന്നും അപ്പോൾ ജുവല്ലറിയിൽ ഇല്ലാത്തത് കൊണ്ട് അതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവരെയൊക്കെ അങ്ങ് മടക്കി അയക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് ഓരോ കസ്റ്റമറുടെയും മനസ്സിലെ ഐഡിയ എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് അത് ആ നയനയോട് പറയുകയും അവളെ കൊണ്ട് ആ ഡിസൈനൊക്കെ വരപ്പിച്ച് അത് കസ്റ്റമറെ കാണിച്ചിട്ട് അവർക്കത് തൃപ്തിയായാൽ ആ സ്വർണം അതുപോലെ പണിത് അവർക്ക് കൊടുക്കുകയും ചെയ്യുക, ഇതൊക്കെയായിരുന്നു ഇവിടുത്തെ പരിപാടികളെന്ന്. എന്തായാലും നയനയെ കൊണ്ട് ഡിസൈൻ വരപ്പിക്കാനൊന്നും ഞാൻ പോയില്ല. അതുകൊണ്ട് ഉണ്ടായിരുന്ന കച്ചവടമൊക്കെ പോയി. ഈ ആൾക്കാരൊക്കെ വേറെ ജുവല്ലറികൾ തിരക്കിപ്പോയി. ഒറ്റ ആഴ്ച കൊണ്ട് 3 ബ്രാഞ്ചിലും കൂടി 25 കോടിയുടെ നഷ്ടമെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അയ്യോ, എന്നിട്ടിപ്പോൾ എന്ത് തീരുമാനിച്ചു മോളെ മൂർത്തി സാർ? എന്ത് തീരുമാനിക്കാനാണ്, ഇനിയിപ്പോൾ ഞാൻ പോകണ്ട എന്നങ്ങ് തീരുമാനിച്ചു. അപ്പോൾ രേവതി പറയുകയാണ്, അയ്യോ മോളെ, അങ്ങനെയായിരുന്നെങ്കിൽ ഈ ഒരൊറ്റ ആഴ്ച കൊണ്ട് അവിടുന്ന് ആവശ്യമുള്ള സ്വർണ്ണമൊക്കെ നിനക്ക് അടിച്ചു മാറ്റാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നല്ലോ. എന്തെങ്കിലും അവിടുന്ന് എടുത്തു മാറ്റിയോ നീ? എൻ്റെ പൊന്നമ്മേ, ജുവല്ലറി നമ്മുടേതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നും കയറി പണിത് വെച്ചിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. അവിടെ എത്രയോ CCTV ക്യാമറകളാണ് വെച്ചിരിക്കുന്നതെന്ന് അറിയാമോ? അങ്ങനെയൊക്കെ സ്വർണം എടുത്തു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ പിടിവീഴും. എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും ഇവിടെ നടക്കില്ല. അനന്തപുരിയിൽ നിന്നും ഇനിയൊന്നും നമുക്ക് കിട്ടാനും പോകുന്നില്ല. ഇത് പറഞ്ഞുകൊണ്ട് അനാമിക പൊട്ടിക്കരയുമ്പോൾ രേവതി പറയുകയാണ്, മോളെ നീ സമാധാനമായിരിക്കും. എന്തെങ്കിലുമൊക്കെ വഴികൾ നമ്മുടെ മുൻപിലുണ്ടാവും. ഇങ്ങനെ കിടന്ന് കരഞ്ഞത് കൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ. എൻ്റെ അമ്മ, ഇപ്പോഴത്തെ എൻ്റെ പ്രശ്നം ജുവല്ലറിയിൽ നിന്നും സ്വർണം മോഷ്ടിക്കാൻ പറ്റാതിരുന്നതൊന്നുമല്ല. ആ നയനയെന്ന് പറഞ്ഞവളുണ്ടല്ലോ, അവളുടെ മുഖത്ത് നോക്കി ഞാൻ വെല്ലുവിളിച്ചിട്ടാണ് ജുവല്ലറിയിലേക്ക് പോയത്. അവളെ ഞാൻ അടുക്കളക്കാരിയാക്കി വീണ്ടും പഴയ സ്ഥാനത്തേക്ക് കൊണ്ടുവരുമെന്നും ഈ 3 ബ്രാഞ്ചുകളുടെ നേതൃത്വത്തിൽ കൂടി ഓരോന്നോരോന്നായി എൻ്റെ കൈപ്പിടിയിൽ ഒതുക്കുമെന്നൊക്കെ വെല്ലുവിളിച്ചിട്ട് ഞാൻ പോയതാണ്. ഇനിയിപ്പോൾ അവളുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കുമമ്മേ? ഞാൻ വല്ലാത്ത ധർമ്മസങ്കടത്തിലായിരിക്കുകയാണ്. അപ്പോൾ രേവതി വീണ്ടും പറയുകയാണ്, മോളെ, നിന്റെ ഭർത്താവ് ഇനിയിപ്പോൾ വലിയ സെലിബ്രിറ്റിയൊക്കെ ആയി മാറും. അങ്ങനെയായാൽ പിന്നെ അവനെ നിനക്ക് ഒരു കാരണവശാലും പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്തും. അവൻ ഓരോരോ സ്റ്റേജ് ഷോ എന്നും പറഞ്ഞ് പലയിടങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ ആ കൂട്ടത്തിൽ മറ്റവളും കാണും.
മോളുടെ കാര്യം ഇപ്പോഴുള്ളതിനേക്കാൾ പരിതാപകരമായി മാറുകയും ചെയ്യും. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ വരുന്നൊരു ചിന്ത എങ്ങനെയെങ്കിലും അവനെ അങ്ങ് ഇല്ലാതാക്കണം എന്നുള്ളതാണ്. രേവതി ഫോണിൽ ഇത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അനാമികയുടെ മുറിയിലേക്ക് ജാനകി ചെല്ലുന്നുണ്ട്. റൂമിന് വെളിയിലെത്തിയപ്പോൾ തന്നെ അകത്തുള്ള ഫോൺ സംഭാഷണം കേട്ടുകൊണ്ട് പെട്ടെന്ന് ജാനകി തിരിഞ്ഞു നടക്കുവാൻ തുടങ്ങുമ്പോൾ ഉടനെ കേൾക്കുന്നത്, അമ്മ എന്താണ് ഈ പറയുന്നത്? ഞാൻ അനിയെ കൊന്നുകളയണമെന്നോ? അത് എനിക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? ഇങ്ങനെയുള്ള അനാമികയുടെ ശബ്ദമാണ്. പെട്ടെന്നൊരു ഞെട്ടലോടുകൂടി ജാനകി അവിടെ തന്നെ നിൽക്കുകയാണ്. ആ സമയത്ത് അനാമിക വീണ്ടും പറയുകയാണ്, അമ്മേ, ഇപ്പോൾ അവൻ്റെ കഴുത്ത് ഞെരിച്ചവനെ കൊന്നുകളയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യാൻ നമുക്ക് പറ്റില്ലല്ലോ. പഴയതുപോലെ പാലിനുള്ളിൽ വിഷം കലർത്തി വല്ലതും അവനെ അങ്ങ് ഇല്ലാതെയാക്കാമെന്ന് വെച്ചാൽ അത് പിന്നെ അന്വേഷണമാകും, കേസാകും. ആ നന്ദു എന്ന് പറഞ്ഞവൾ എന്നെയും അച്ഛനെയും അമ്മയും ഒക്കെ പുറം ലോകം കാണാൻ പറ്റാത്ത രീതിയിൽ അകത്താക്കും. അതുകൊണ്ട് അമ്മ ഒരു കാര്യം ചെയ്യും, അച്ഛനോട് തന്നെ പറയാം, അവനെ എങ്ങനെയെങ്കിലും ഒടുക്കിക്കളയാൻ. ഒരു വണ്ടി ആക്സിഡന്റ് മതിയല്ലോ അമ്മേ. അതാകുമ്പോൾ ആർക്കും ഒരു സംശയവും ഉണ്ടാവുകയില്ല. കാശ് കൊടുത്താൽ ഇതൊക്കെ നന്നായി ചെയ്യാൻ കഴിയുന്ന എത്രയോ ആൾക്കാർ അച്ഛനുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ആ വഴിക്കൊന്ന് ചിന്തിക്കുവാൻ അമ്മ അച്ഛനോടൊന്ന് പറ. അവനില്ലാതെയായാൽ പിന്നീട് അവൻ്റെ വിധവയായിട്ട് എനിക്ക് ഈ വീട്ടിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയും. അങ്ങനെ അവൻ്റെ പേരിലുള്ള സ്വത്തുക്കളൊക്കെ എൻ്റെ പേരിലേക്ക് മാറ്റിത്തരുവാൻ നിയമപരമായി ആവശ്യപ്പെടുവാൻ പറ്റും. അല്ലാതെ എൻ്റെ മുമ്പിൽ വേറെ മാർഗങ്ങളൊന്നുമില്ലമ്മേ. പെട്ടെന്ന് ഷോക്ക് അടിച്ചതുപോലെ നിന്ന ജാനകി കലി പൂണ്ട് അനാമികയുടെ മുറിക്കകത്തേക്ക് കയറി പോവുകയാണ്. എടി, നീ എന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നത്? എല്ലാം ഞാൻ പുറത്തു നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നടി. നീ എത്രമാത്രം ദുഷ്ടയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. നിന്നെ എത്രയധികം ഞാൻ സ്നേഹിച്ചു. ഈ വീട്ടിലുള്ള പലരുടെയും വായിലിരിക്കുന്നതൊക്കെ കേട്ടുകൊണ്ടും നിന്നെ കൈവിടാതെ ഞാൻ ചേർത്ത് പിടിച്ചു നിർത്തിയതാണ്. പക്ഷെ നിന്റെ മനസ്സിൽ ട്രിപ്പ് ഇതായിരുന്നു എന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. നിനക്കെൻ്റെ മോനെ കൊല്ലണം അല്ലേ? എന്നിട്ട് ഈ തറവാടിൻ്റെ അവകാശം നിനക്ക് നിയമപരമായി പിടിച്ചെടുക്കണം അല്ലേടി? ഇത് ചോദിച്ചുകൊണ്ട് മുൻപോട്ടാഞ്ഞ് അനാമികയുടെ കരണത്ത് മാറി മാറി 2-3 തവണ ജാനകി അടിക്കുന്നുണ്ട്. എല്ലാം തൻ്റെ കയ്യിലൊന്നും പിടിവിട്ടു പോയി എന്ന് മനസ്സിലാക്കിയ അനാമിക പൊതിരെ തല്ലു മേടിച്ചുകൊണ്ട് മറുപടി ഒന്നും പറയുവാൻ കഴിയാതെ മുഖവും പൊത്തിക്കൊണ്ട് കുനിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. വരുവാൻ പോകുന്ന എപ്പിസോഡുകളിൽ പലതും തീരുമാനിക്കപ്പെടും. എന്തായിരിക്കാം തുടർന്നുള്ള ജാനകിയുടെ നീക്കം? എങ്ങനെയായിരിക്കും ഇതിനെ അനാമിക പ്രതിരോധിക്കുവാൻ തുടങ്ങുന്നത്? കാത്തിരിക്കാം വീണ്ടും നമുക്ക് ആ എപ്പിസോഡുകളുടെ വിവരണങ്ങൾക്ക് വേണ്ടി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുവാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.